നമസ്കാരം. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളും IT സ്റ്റോക്കുകളും കഴിഞ്ഞ ദിവസം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതോടുകൂടി നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്യുകയും നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. അട്രാക്റ്റീവായിട്ടുള്ള ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ചാർട്ട് പാറ്റേൺ ഫോർമേഷൻ നിഫ്റ്റിയിൽ വന്നു കഴിഞ്ഞു. കൂടാതെ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പല ഗ്ലോബൽ ക്യൂസും പ്രകടവുമാണ്. അതിലേറ്റവും പ്രധാനം ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻസ് തന്നെയാണ്. ഈ നെഗോഷിയേഷൻസ് ഫേവറബിൾ ഡയറക്ഷനിലാണ് നീങ്ങുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ പ്രകടമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ UK-യുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരും. UK-യുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഡയറക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കില്ല എങ്കിലും യൂറോപ്യൻ ഫ്യൂച്ചറിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പ്രകടമാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ NVIDIA-യുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു. NVIDIA-യുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. NVIDIA-യുടെ ടോട്ടൽ ഇൻകം ഇയർ ഓൺ ഇയറിൽ 65% ഉയരുകയും Q4 സെയിൽസ് ഫോർകാസ്റ്റ് $62 ബില്യൺ നിന്നും $65 ബില്യൺ കമ്പനി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ തന്നെ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിങ്ങായ ജെമിനി 3 കൂടി റോൾ ഔട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ AI, IT സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് NBCCക്ക് നാഗ്പൂർ മെട്രോപൊളിറ്റൻ അതോറിറ്റിയിൽ നിന്നും 2,966 കോടി രൂപയുടെ ഇൻഫ്രാ ഡെവലപ്മെൻറ്റ് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ NBCC എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. സരിഗമ ഇന്ത്യ പോക്കറ്റ് അസസ് എന്ന കമ്പനിയെ ഫിനറ്റ് മീഡിയയിൽ നിന്നും 100% സ്റ്റേക്ക് അക്വിസിഷൻ വഴി സ്വന്തമാക്കിയിട്ടുണ്ട്. NTPC ഗ്രീൻ എനർജി എന്ന കമ്പനി സിൻഗരേനി കൊളോറിസ് എന്ന കമ്പനിയുമായി ചേർന്ന് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചു. വരുൺ ബിവറേജ് എന്ന കമ്പനി കെനിയയിൽ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വരുൺ ബിവറേജും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. BPCLൻ്റെ 2% സ്റ്റേക്കുകൾ LIC സെൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ BPCL എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. റിലയൻസ് പവറിൻ്റെ മാനേജ്മെൻറ്റ് ബോർഡ് മീറ്റിംഗ് ഇന്നുണ്ട്. കീ ബിസിനസ് ലീഡേഴ്സിൻ്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് റിലയൻസ് പവറും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഇനി ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് PB ഫിൻടെക് 1,850 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സിമെട്രിക്കൽ ട്രയാങ്കുലർ പാറ്റേൺ രീതിയിലുള്ള ബ്രേക്കൗട്ട് PB ഫിൻടെക് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. RSIയും സ്ട്രോങ് ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 1,950 ടാർഗറ്റാണ് PB ഫിൻടെക്കിൽ എയിം ചെയ്യേണ്ടത്. 1,785 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് കോഫോർജ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം സ്ട്രോങ് ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്തു. കൂടാതെ 100-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ കോഫോർജ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 1,860 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 1,900, 1,950, 1,985 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 1,800 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് സംവർധന മദർസൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ആണ്. 108 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില. സ്റ്റോക്കിൽ റൈസിംഗ് ചാനൽ രീതിയിലുള്ള ഒരു ചാനൽ പാറ്റേൺ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അസെൻഡിങ് രീതിയിലുള്ള പാറ്റേൺ ഫോർമേഷനും വരുന്നുണ്ട്. കൂടാതെ RSI ബുള്ളിഷ് ക്രോസ് ഓവർ സിഗ്നൽ നൽകി കഴിഞ്ഞു. സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 112 നിന്നും സ്റ്റോക്ക് 118, 122 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. 108 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അവസാന സ്റ്റോക്ക് സൺഫാർമ എന്ന സ്റ്റോക്കിൽ ഒരു ഡിസെൻഡിങ് ട്രയാങ്കുലർ ബ്രേക്കൗട്ട് കഴിഞ്ഞ ദിവസം പ്രകടമായിട്ടുണ്ട്. കൂടാതെ ആവറേജ് ട്രേഡിംഗ് വോളിയത്തെക്കാളും ഉയർന്ന രീതിയിലുള്ള ട്രേഡിംഗ് വോളിയവും സൺഫാർമയിൽ കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്യുകയും ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ശക്തമായി മാറുകയും ചെയ്തിട്ടുണ്ട്. 21-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1,784 ട്രേഡ് ചെയ്യുന്ന സൺഫാർമ 1,850, 1,900, 1,925 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. 1,720 രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്